ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പിട്ട് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും. കരാർ വിവിധ മേഖലകൾക്ക് ഗുണകരമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കം. സംസ്ഥാനത്തെ SIRന്റെ വിവിധ പ്രവർത്തനങ്ങൾ വിലയിരുത്തി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ. സംസ്ഥാന സർക്കാരിന്റെ 2024 കേരള ശാസ്ത്ര പുരസ്കാരം DRDO മുൻ ഡയറക്ടർ ജനറലായ ഡോക്ടർ ടെസി തോമസിന്. വാർത്തകൾ വിശദമായി. സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പിട്ട് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റയും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്നും തമ്മിൽ ന്യൂഡൽഹിയിൽ നടന്ന പ്രതിനിധി ചർച്ചയിലാണ് കരാറിന് അന്തിമ രൂപമായത്. വ്യാപാരം, സുരക്ഷ, പ്രതിരോധ പങ്കാളിത്തം, മൊബിലിറ്റി, ദുരന്ത സാധ്യതാ മാനേജ്മെന്റ്, ഗ്രീൻ ഹൈഡ്രജൻ തുടങ്ങിയ മേഖലകളിൽ ഉൾപ്പെടെ 7 കരാറുകൾ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ഇന്ന് കൈമാറി. ഉച്ചയ്ക്ക് ശേഷം ഡൽഹിയിൽ നടന്ന ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ബിസിനസ് ഫോറത്തിൽ ശ്രീ നരേന്ദ്രമോദിയും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റും അധ്യക്ഷത വഹിച്ചു. കരാർ വിവിധ മേഖലകൾക്ക് ഗുണകരമാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. इससे भारत के लेबर इंटेंसिव उत्पादों को यूरोपियन यूनियन मार्केट में इजी एक्सेस मिलेगा. इसमें विशेष तौर पर टेक्सटाइल, जेम्स एंड ज्वेलरी, ऑटो पार्ट्स और इंजीनियरिंग गुड्स शामिल हैं. फ्रूट्स, वेजिटेबल्स, प्रोसेस्ड फूड और मरीन प्रोडक्ट्स, उसमें नए अवसर बनेंगे. इसका सीधा लाभ हमारे किसानों को, हमारे मछुआरों को मिलेगा. सर्विस सेक्टर को भी इससे फायदा होगा. विशेष रूप से IT, एजुकेशन, ट्रेडिशनल मेडिसिन और बिजनेस सर्विस लाभान्वित होंगे. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കമാകും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ സമ്മേളനം ആരംഭിക്കും. ബജറ്റിന് മുന്നോടിയായുള്ള സാമ്പത്തിക സർവേ മറ്റന്നാൾ പാർലമെന്റിൽ അവതരിപ്പിക്കും. ഫെബ്രുവരി 1 ഞായറാഴ്ചയാണ് കേന്ദ്ര ബജറ്റ്. നാളെ മുതൽ ഫെബ്രുവരി 13 വരെയും മാർച്ച് 9 മുതൽ ഏപ്രിൽ 2 വരെയും 2 ഘട്ടങ്ങളിലായാണ് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം. ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി ന്യൂഡൽഹിയിൽ ഇന്ന് സർവകക്ഷി യോഗം ചേർന്നു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. 2026-27 കേന്ദ്ര ബജറ്റിനുള്ള തയ്യാറെടുപ്പ് പ്രവർത്തനങ്ങളുടെ അവസാന ഘട്ടത്തെ അടയാളപ്പെടുത്തുന്ന ഹൽവ ചടങ്ങ് ഇന്ന് പാർലമെന്റ് നോർത്ത് ബ്ലോക്കിലെ ബജറ്റ് പ്രസിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ, സഹമന്ത്രി പങ്കജ് ചൌധരി എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്നു. കേന്ദ്ര ബജറ്റ് തയ്യാറാക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരെ ലോക്ക് ഇൻ ചെയ്യുന്നതിന് മുൻപാണ് ഹൽവ ചടങ്ങ്. പ്രസിലെ പ്രവർത്തനം അവലോകനം ചെയ്ത മന്ത്രി ബജറ്റ് സംഘത്തിനും ആശംസകൾ നേർന്നു. ന്യൂഡൽഹിയിലെ കരിയപ്പ പരേഡ് ഗ്രൌണ്ടിൽ നടക്കുന്ന പ്രതിവർഷ NCC PM റാലിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അഭിസംബോധന ചെയ്യും. രാഷ്ട്രപ്രഥം കർത്തവ്യനിഷ്ഠ യുവ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഇന്ത്യയിലെ യുവാക്കളുടെ കടമ, അച്ചടക്കം, ദേശീയ പ്രതിബദ്ധത എന്നിവയെ റാലി പ്രതിഫലിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രസ്താവനയിൽ പറഞ്ഞു. 1 മാസം നീണ്ടുനിൽക്കുന്ന NCC റിപ്പബ്ലിക് ദിന ക്യാമ്പിന്റെ പരിസമാപ്തിയാണ് NCC PM റാലി. SIRന്റെ വിവിധ പ്രവർത്തനങ്ങൾ ഇന്ന് ജില്ലാ കളക്ടർമാരും EROമാരും വിലയിരുത്തിയതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തന്യു കേൽക്കർ. നോൺ മാപ്പിംഗിന്റെയും ലോജിക്കൽ ഡിസ്ക്രിപ്പൻസിയുടെയും സ്ഥിതി പ്രത്യേകം വിലയിരുത്തി. ഇക്കാര്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് നടപടികൾ വേഗത്തിലാക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ രാഷ്ട്രീയ പാർട്ടികൾ നിയമിച്ച BLAമാരുടെയും BLAമാർ വഴി സമർപ്പിക്കുന്ന ഫോമുകളുടെയും കൃത്യമായ എണ്ണം ഇന്ന് തന്നെ ലഭ്യമാക്കാൻ EROമാർക്കും ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർമാർക്കും കർശന നിർദ്ദേശം നൽകി. ഇന്ത്യയുടെ 77ാമത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ തിരുവനന്തപുരം ലോക് ഭവനിൽ പരമ്പരാഗത അറ്റ് ഹോം സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചു. നിയമസഭാ സ്പീക്കർ AN ഷംസീർ, മേയർ VV രാജേഷ്, പത്മ പുരസ്കാര ജേതാക്കൾ, സായുധ സേനകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വിവിധ മേഖലകളിലെ പ്രമുഖർ പങ്കെടുത്തു. തിരുവനന്തപുരം ജില്ലയിലെ വിവിധ സ്ഥാപനങ്ങളിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരുമായിരുന്നു ഈ വർഷത്തെ പ്രത്യേക ക്ഷണിതാക്കൾ. സംസ്ഥാന സർക്കാരിന്റെ 2024 കേരള ശാസ്ത്ര പുരസ്കാരത്തിന് DRDO മുൻ ഡയറക്ടർ ജനറലായ ഡോക്ടർ ടെസി തോമസിനെ തിരഞ്ഞെടുത്തു. ഇന്ത്യയുടെ മിസൈൽ വനിത എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന DRDO ശാസ്ത്രജ്ഞയായ ടെസി തോമസിനെ പ്രതിരോധ ഗവേഷണ വികസന മേഖലയിലെ സംഭാവനകൾ മാനിച്ചാണ് അവാർഡിനായി തിരഞ്ഞെടുത്തത്. 2 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങിയതാണ് പുരസ്കാരം.
ഹെൽമറ്റ് ധരിക്കാതെ ഇരുചക്ര വാഹനങ്ങൾ ഓടിച്ചതിന് സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 50,969 പേരിൽ നിന്നായി 2,56,00,000 രൂപ പിഴ ഈടാക്കി. 1,20,000-ഓളം ഇരുചക്ര വാഹനങ്ങളാണ് ഹെൽമറ്റ് ഓൺ സേഫ് റൈഡ് എന്ന ഒരാഴ്ച നീണ്ട സ്പെഷ്യൽ ഡ്രൈവിൽ പരിശോധിച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അടയ്ക്കേണ്ട കെട്ടിട നികുതി കുടിശ്ശികയുടെ പിഴ പലിശ 2026 മാർച്ച് 31 വരെ ഒഴിവാക്കിയതായി മന്ത്രി MP രാജേഷ്. പിഴ പലിശ ഉൾപ്പെടെ നികുതി അടച്ചവർക്ക് പിഴ പലിശയ്ക്ക് തുല്യമായ തുക അടുത്ത വർഷത്തെ നികുതിയിൽ വരവു ചെയ്തു നൽകും. മാർച്ച് 31-നകം നികുതിയും കുടിശ്ശികയും അടച്ച് ഈ ആനുകൂല്യം പരമാവധി പേർ പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന 25ാമത് ഭാരത് പർവ് കാണാൻ ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ സന്ദർശകരുടെ തിരക്ക്. കേന്ദ്ര സർക്കാരിന്റെ പ്രസിദ്ധീകരണ സ്ഥാപനമായ പബ്ലിക്കേഷൻസ് ഡിവിഷന്റെ പവലിയനും ശ്രദ്ധയാകർഷിക്കുകയാണ്. രാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിയുടെയും തിരഞ്ഞെടുത്ത പ്രസംഗങ്ങൾക്കൊപ്പം ഇന്ത്യൻ ചരിത്രം, സംസ്കാരം, സാഹിത്യം, രാജ്യത്തിന്റെ വികസന മുന്നേറ്റങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന മികച്ച ശേഖരമാണ് പവലിയനിൽ ഒരുക്കിയിട്ടുള്ളത്. നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ തള്ളിയതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. പയ്യന്നൂർ ഫണ്ട് തട്ടിപ്പിനെതിരെ പ്രതിഷേധം നടത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ CPIM പ്രവർത്തകർ മർദ്ദിച്ച സംഭവം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് സജീവ് ജോസഫാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. അടിയന്തര പ്രാധാന്യമുള്ള വിഷയമല്ലാത്തതിനാൽ നോട്ടീസ് സ്പീക്കർ തള്ളിയതിനെ തുടർന്ന് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങുകയായിരുന്നു. അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതിഷേധത്തിന്റെ ഭാഗമായി ചോദ്യോത്തരവേള ബഹിഷ്കരിച്ച പ്രതിപക്ഷം സഭാ കവാടത്തിൽ സത്യാഗ്രഹം ആരംഭിച്ചു. അതേസമയം ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയത്തിന്മേൽ 2ാം ദിവസത്തെ ചർച്ച പൂർത്തിയാക്കി നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. നാളെ ചർച്ച അവസാനിക്കും. മറ്റന്നാൾ ധനമന്ത്രി KN ബാലഗോപാൽ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കും. സംസ്ഥാനത്തെ വൈജ്ഞാനിക നൂതന സമൂഹമായി ഉയർത്താൻ ഗവേഷണ സ്ഥാപനങ്ങളെ പ്രാപ്തമാക്കാനുള്ള പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വൈജ്ഞാനിക പുരസ്കാരങ്ങൾ തിരുവനന്തപുരത്ത് വിതരണം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. മലയാള ഭാഷയുടെ പ്രാധാന്യം നിലനിർത്തുന്നതിന് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്നും മാറുന്ന കാലത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിലെ തദ്ദേശ ഭരണത്തിന്റെ ഭാവി സാധ്യതകൾ എന്ന വിഷയത്തിൽ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റിന്റെ നേതൃത്വത്തിൽ ഈ മാസം 30-ന് പാനൽ ചർച്ച സംഘടിപ്പിക്കുന്നു. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ KN ഹരിലാൽ, മുൻ ചീഫ് സെക്രട്ടറി MS വിജയാനന്ദ്, ഡോക്ടർ ജിജു P അലക്സ് എന്നിവരാണ് ചർച്ചാ പാനലിന് നേതൃത്വം നൽകുക. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം ഒഡീഷയെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തി. ആദ്യ പകുതിയിൽ T ഷിജിൻ നേടിയ ഗോളിലാണ് കേരളത്തിന്റെ ജയം. പാച്ചല്ലൂർ സുകുമാരൻ സ്മാരക അവാർഡ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ഏറ്റുവാങ്ങി. പത്രപ്രവർത്തകർ ഭയത്തിന് അതീതമായി നിൽക്കുന്നവരാകണമെന്നും ഭരണകൂടത്തിനെതിരെ സംസാരിക്കാൻ മടി കാണിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രാദേശിക വികസന പദ്ധതിയിൽ വിവിധ MPമാർ കോഴിക്കോട് ജില്ലയിൽ നിർദ്ദേശിച്ച പദ്ധതികളുടെ അവലോകന യോഗങ്ങൾ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്നു. ശുപാർശകൾ ചെയ്ത മുഴുവൻ പ്രവൃത്തികളും വേഗത്തിൽ നടപ്പിലാക്കാൻ കളക്ടർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കോഴിക്കോട് മണ്ഡലത്തിലെ പ്രവൃത്തികളുടെ അവലോകനമാണ് ആദ്യ യോഗത്തിൽ നടന്നത്. കേരള പോലീസ് പിന്നിട്ട വഴികൾ, അന്വേഷണത്തിന്റെ ദശകങ്ങൾ, നീതി ഉറപ്പാക്കിയതിന്റെ നാൾ വഴികൾ തുടങ്ങിയവ അടയാളപ്പെടുത്തുന്ന വിജ്ഞാന ശേഖരണ കേന്ദ്രം കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷൻ കോമ്പൌണ്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. മന്ത്രി PA മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു. 2025 എഴുത്തച്ഛൻ പുരസ്കാരം പ്രശസ്ത കവി KG ശങ്കരപ്പിള്ളയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിച്ചു. സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ ദേവസ്വം മുൻ പ്രസിഡന്റ് A പത്മകുമാറിനെ വീണ്ടും റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് റിമാൻഡ്. കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് നടപടി. 7ാമത് ഇന്ത്യ ഇന്റർനാഷണൽ കടൽപ്പായൽ ഉച്ചകോടിയും പ്രദർശനവും മറ്റന്നാൾ കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പിട്ട് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും. കരാർ വിവിധ മേഖലകൾക്ക് ഗുണകരമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കം. സംസ്ഥാനത്തെ SIRന്റെ വിവിധ പ്രവർത്തനങ്ങൾ വിലയിരുത്തി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ. സംസ്ഥാന സർക്കാരിന്റെ 2024 കേരള ശാസ്ത്ര പുരസ്കാരം DRDO മുൻ ഡയറക്ടർ ജനറലായ ഡോക്ടർ ടെസി തോമസിന്.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.